എന്തൊരു പ്രത്യേകത ഉണ്ടെന്ന് കാണിക്കാൻ പറ്റും. ഏതാ കമ്പനി എനിക്കറിയത്തില്ല. ഐഫോണിന്റെ മോഡലുള്ള ഗണേഷ് കുമാറിന്റെ കയ്യിലുള്ള ഈ കാണുന്ന ഫോണ്, ഈ ഫോണാണ് ആ ഗണേഷ് കുമാറിന്റെ കയ്യിലുള്ള ഫോൺ. അപ്പൊ ഈ ഫോണിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ? ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ പറഞ്ഞിട്ട് വീഡിയോ ഫുള്ള് കണ്ടോളി, തട്ടി മാറ്റി പോകണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് സാധനം അൺബോക്സ് ചെയ്യാം കേട്ടോ. ഈ സാധനം ഇപ്പോൾ 17 ഇറങ്ങിയപ്പോൾ ഒന്നുമൊന്നല്ല, ഇതിനു മുമ്പ് 16 ഇറങ്ങിയപ്പോൾ അതിലുണ്ട്. പിന്നെ സാംസങ് S25 മോഡലും സെയിം സൈസിൽ സെയിം സാധനം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മുതൽ, കണ്ടല്ലോ, ഐഫോൺ 17 Pro സെയിം ലുക്കിൽ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം. ഇതാണ് സെറ്റ്. ഡിസ്പ്ലേ ക്ലാരിറ്റി ഇതിൻ്റെ മാഷാഅല്ലാ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. കാരണം ഇത്രയും ചെറിയ സെറ്റ്, ഇത്രയും ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പക്കാ നല്ല ഹൈ ക്ലാരിറ്റി സാധനം. പക്ഷേ ആദ്യം തന്നെ എടുത്ത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് സെക്കൻഡറി ഫോണായിട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് സിം ഇട്ട് വെക്കാനും നോർമൽ കോളിങ്ങിനെ മാത്രമേ ആയിട്ട് അങ്ങനെ നോർമൽ യൂസിന് ഫോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഫോൺ മിനി ചൈന സെറ്റാണിത്. ഇത് ഒരു ചൈന സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹാങ് ഉണ്ടാവും. നല്ല ഹാങ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഹാങ് ഉണ്ടാവും. അപ്പോൾ നോർമൽ വാട്സപ്പും കാര്യങ്ങളൊക്കെ എല്ലാം ഇതിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഹാങ്ങും കാര്യങ്ങളും നല്ല ഉണ്ടാവും. ഫോണ് ബാക്കി ഡിസ്പ്ലേ ക്ലാരിറ്റി, സിമ്മ്, അതേപോലെ ഷോക്ക് കൊണ്ടെടുക്കാൻ അങ്ങനത്തിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സെറ്റ് തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുണ്ടാവുക 512 GB സ്റ്റോറേജാണ് കേട്ടോ. 500, പക്ഷേ ഈ 512 ഒന്നും കിട്ടില്ല. ആദ്യം തന്നെ പറയാമല്ലോ, 512 GB സ്റ്റോറേജ് ഇത് കാണിക്കും, പക്ഷേ ഈ 512 ഒന്നും ഇത് കിട്ടില്ല കറക്റ്റ് ഫുള്ളായിട്ട്. പിന്നെ ഇതിൻ്റെ ബോക്സിനുള്ളിൽ എന്തൊക്കെ നമുക്ക് വരുന്നത് നോക്കാം. ഇതിൻ്റെ ബോക്സിനുള്ളിൽ ഇതിന് വലിയ റേറ്റും വന്നിട്ടുണ്ട്. നാട്ടിലത്തെ ഏകദേശം 2000 മാത്രം വില വരുന്നൊരു മുതലാണിത്. ഈ കാണുന്ന പോലെ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കേബിൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ടാഗ് ഇവിടെ കൊടുക്കാനുള്ള ടാഗാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ക്ലിയർ കേസ്, ഇതിൻ്റെ ഒരു ക്ലിയർ കേസ്. അങ്ങനെ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആയിട്ട് ഇതിൻ്റെ ഒപ്പം വരുന്നത് കേട്ടോ. അപ്പോൾ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സിം ഇട്ട് വെക്കാൻ ഷോക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു മുതൽ. ഓക്കെ, അപ്പോൾ ആരെങ്കിലൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എങ്കിലും ഇതിന്റെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് കമന്റിൽ പ്രൈസ് എന്നോ റേറ്റ് എന്നോ വില എന്നോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് എത്രയാണുള്ളത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ.